ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ചേരിതിരിഞ്ഞ് അഭിപ്രായം പറയുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് റഷ്യയും ചൈനയും കൊറിയയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഒറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ലെന്നും ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ സഹായിക്കുമെന്നുള്ള പ്രസ്താവന ആദ്യം പറഞ്ഞത് റഷ്യയാണ്. പിന്നീട് അതോടുകൂടി ചൈന പറഞ്ഞു, കൊറിയ പറഞ്ഞു, തുർക്കിയും പറഞ്ഞു. ആപൽക്കര ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇറാനോടൊപ്പം ഉണ്ടാവും. ശത്രുപക്ഷത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതി ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇറാന് സാധിക്കുന്നത് അവരുടെ സൈനിക ബലം കൊണ്ടും മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണ കൊണ്ടുമാണ്. അത് തുടരുമെന്ന രീതിയിലാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞു, തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞു, ചൈനയുടെ വിദേശകാര്യമന്ത്രിയാണ് ആപൽക്കരമായിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രായേൽ വിളിച്ചു വരുത്തിയതാണ്, തങ്ങൾ അതിനെ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല തെറ്റായിരിക്കുന്ന ഈ പ്രവണതക്കെതിരെ പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഒന്നുകൂടി കടത്തിയിട്ടാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. എല്ലാ രാജ്യങ്ങൾക്കും കൃത്യമായിരിക്കുന്ന നിലപാടുകളുണ്ട്. അവരവരുടേതായിരിക്കുന്ന സമീപനങ്ങളും പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കും. അതിൽ പയുക എന്നുള്ളതും ഇടിച്ചു കയറുക എന്നുള്ളതും അത് കയ്യൂക്കിൻ്റെ രാഷ്ട്രീയമാണ്. അതൊരിക്കലും അനുവദിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഇറാനെ പിന്തുണക്കും എന്ന പരാമർശത്തോടെ കൂടിയാണ് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉന്ന് തൻ്റെ നിലപാട് അന്നത്തെ ഇറങ്ങിയ പത്രത്തിൽ, കൊറിയയുടെ പത്രത്തിൽ അഭിമുഖമായിട്ട് പറയപ്പെട്ടത്. അങ്ങനെ ഓരോരോ രാജ്യങ്ങളും ഇറാനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പിന്തുണ അറിയിക്കുകയും അവർക്കൊപ്പം എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുകയും ചെയ്യും എന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നു. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇസ്രായേലിന് പിന്തുണ പറഞ്ഞുകൊണ്ട് ബ്രിട്ടനും അമേരിക്ക ഏതായാലും ഉണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ട് വന്നു. മേഖലയിൽ സംഘർഷാവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി, അതായത് ഇറാന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലിന് പിന്തുണ നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് ആവശ്യമാണ് എന്ന നിലപാടാണ് ബ്രിട്ടനുള്ളത്. യഥാർത്ഥത്തിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൃഷ്ടിപ്പിന് തന്നെ പ്രധാനമായിരിക്കുന്ന കാരണക്കാരൻ ബ്രിട്ടനാണ് അവരുടെ കൈവശത്തിൽ, അവർ പിടിച്ച തുർക്കിയുടെ കൈവശത്തിൽ നിന്ന് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ ഒരു ഭാഗം ഇസ്രായേലിന് നൽകിയെന്ന് മാത്രമല്ല അത് വിപുലീകരിക്കാനുള്ള എല്ലാ സൈനിക സഹായങ്ങളും ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ അമേരിക്കൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അന്നത്തെ കാലത്ത് 1945-48 കാലത്തൊക്കെ ബ്രിട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. സർവാധിപത്യമുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് എല്ലാവിധ സഹായങ്ങളും പിന്തുണയും നൽകി. അന്ന് ആയുധം കാണാത്ത, വെടിവെപ്പ് കേൾക്കാത്ത ഫലസ്തീനികൾക്ക് നേരെ അന്നത്തെ ഇസ്രായേലിയർ തന്നെ വെടിവെപ്പ് തുടരുകയും ചെയ്തു. പിന്നീട് ബ്രിട്ടന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് UN അസംബ്ലിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ജനിക്കുന്നത്. 1948 പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ UN അസംബ്ലിയിൽ നൽകുന്ന ബ്രിട്ടനാണ്. പിന്നീട് പിറകിൽ ഈ അമേരിക്കയാണ്, പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇതേ വിഭാഗം ഇപ്പോഴത്തെ ഒരവസ്ഥയിലും ഒന്നിച്ചിരിക്കുന്നു. അമേരിക്കയുണ്ട്, യൂറോപ്യൻ്റെ പ്രമുഖരായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനോട് പിന്തുണ നൽകിക്കൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. ഈ മേഖലയിൽ അവർ ശുഷ്കിച്ചു പോകാൻ പാടില്ല. അവരുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷിക്കാൻ വേണ്ടി അവർ പിന്തുണ നൽകണം. ഇത്രയും കാലം അവർക്ക് പിന്തുണ നൽകിയതും ഇവരൊക്കെ തന്നെയാണ്. ആയുധങ്ങൾ ഏകദേശം 60 രാഷ്ട്രങ്ങളിൽ നിന്നെങ്കിലും ഇസ്രായേൽ ഗസക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടി ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കപ്പൽ കണക്കിന് ആയുധങ്ങളാണ് ദിനേന എന്ന തരത്തിൽ അമേരിക്കയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വലിയ പ്രതിഷേധക്കാരൊക്കെ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അവർ പ്രതിഷേധിക്കുകയും ഈ കപ്പൽ തടയുകയും അതിൻ്റെ മുൻപിൽ നിരാകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അതിനോടനുബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഈ മേഖല, അതായത് അവരുടെ സീപോർട്ട് വളഞ്ഞു എന്നുള്ളതും, ഇത് ആർക്കാണ് ഈ ആയുധങ്ങൾ കൊണ്ടുപോകുന്നത്, കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് വലിയ സംഘർഷവും വിഷയങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഈ സമരക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അതേ കപ്പൽ 2 ദിവസം കഴിഞ്ഞ സമയത്ത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് കണ്ടെത്തിയതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. അപ്പോൾ ഇവരുടെ പിന്തുണകളൊക്കെ കൃത്യമാണ്, അതെല്ലാ രീതിയിലും പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം
നേരിട്ട് കൊണ്ട് ഇറാനെ സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങൾ റഷ്യയോ ചൈനയോ എടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് മേഖല അമേരിക്കയുടെ കൈവശത്തിൽ നിന്ന് വീണു പോകും എന്നുള്ളൊരു പേടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കുണ്ട്. ആ പേടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല. ആക്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷേ ഞങ്ങൾ അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ല. ആവർത്തിച്ച് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം പറയാനുള്ള കാരണം മേഖലയിൽ നിന്ന് ഈ മേഖലാ യുദ്ധമായിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ റഷ്യ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മുൻപ് കാലത്ത് ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ ഇല്ലാതാകാനുള്ള ഒരു വലിയ കാരണം ഇവിടെ പ്രത്യക്ഷമാകും എന്നതിനാലാണ് അമേരിക്ക ആവർത്തിച്ചുകൊണ്ട് ഈ കാര്യം പറയുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.